വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണോ. ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ 2025 നടന്ന പരീക്ഷകളിലും അതിനു മുമ്പുള്ള വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജാതീയമായ ഉച്ചനീചിത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ജാതീയമായ ഉച്ചനീചിത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വില്ലുവണ്ടി സമരം നടത്തിയത്? സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. ഏത് വർഷമായിരുന്നു വില്ലുവണ്ടി സമരം നടക്കുന്നത്? 1893 വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 1939 KPC പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ശരിയാണ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകൻ. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അപ്പൊ ഇതൊക്കെ ശരിയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? 1939 KPCC പ്രസിഡന്റ് ആയിരുന്നു. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമം ഏതെന്ന് കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഇതിന് ഏതൊക്കെ ഇയേഴ്സിലെ എല്ലാത്തിനും ഇയേഴ്സ് പഠിച്ചു വെക്കണം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഏത് വർഷത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് അല്ലെ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന ഇയർ ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1924 മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കേരള സന്ദർശനം എന്നാണ്? 1920 അല്ലെ. 1920 അപ്പൊ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഫസ്റ്റ് വരുന്നതാണ് 4 അല്ലേ. ഫസ്റ്റ് 4 വരും. പിന്നെ എന്ത് വരും? ഇത് ആദ്യ കേരള സന്ദർശനം, മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം വരും. നെക്സ്റ്റ് ഏതാ വരുന്നത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം സെക്കൻഡ് വരും. പിന്നെ തേർഡ് ആയിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം വരും. നാലാമതായിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. അതായത് ഇയേഴ്സ് ഒക്കെ പഠിച്ചു വെക്കാട്ടോ. അപ്പൊ നമുക്ക് മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കേരള സന്ദർശനമാണ് 1920 പറഞ്ഞത്. എത്ര പ്രാവശ്യമാണ് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചിട്ടുള്ളത്? 5 തവണയാണ് അല്ലെ. 5 തവണയാണ് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 5 തവണയാണ്. ആദ്യം വന്നത് 1920 പറഞ്ഞു. എന്തിനാണ് ആദ്യമായിട്ട് വന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചരണാർത്ഥം വന്നാണ് അല്ലെ. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് 1920 മഹാത്മാഗാന്ധി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. അതിനുശേഷം 1925 വന്നു അല്ലെ. രണ്ടാമതായിട്ട് വന്നത് 1925 രണ്ടാമതായിട്ട് വന്നത്. 1925 മാർച്ച് 8 മുതൽ 19 തീയതി വരെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം 1925 വന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്തായിട്ട് വന്നിട്ടാണ്? വൈക്കം സത്യാഗ്രഹം 1924 നടന്നു പറഞ്ഞല്ലേ. അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് 1925 ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് കേരളം സന്ദർശിക്കുന്നത് ഏത് ഇയർ ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? 1900 ഏത് ഇയർ ആണ്? 1925 കഴിഞ്ഞു അല്ലെ. 1925 കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളത്
1927 1927 വരുന്നത്. 1927 എന്തിനായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്? തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് ആര് വന്നിട്ടുണ്ടായിരുന്നത്? മഹാത്മാഗാന്ധി വന്നിട്ടുണ്ടായിരുന്നത് 1927 വന്നത്. ഈ നെക്സ്റ്റ് നാലാമതായിട്ട് ഗാന്ധിജി നിലവിൽ വന്നത് എന്നാണ്? 1934 അല്ലെ 1934 ഹരിജന ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി നാലാമതായിട്ട് വന്നത്. ഇനി ലാസ്റ്റ് എന്തിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? അഞ്ചാമത് ലാസ്റ്റ് ആയിട്ട് വന്നത് ഏത് ഇയർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? 1937 ആണല്ലേ? 1937 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 1937 ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ? 1937 ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഗാന്ധിജിയുടെ വരവ് കേട്ടോ, കേരളത്തിലേക്കുള്ള വരവ് ചോദിക്കണം. ഇപ്പൊ നമുക്ക് ഫസ്റ്റത്തെ കേരള സന്ദർശനം എന്നാണ് ആദ്യ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇനി വരുന്ന എക്സാമുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ കേരള സന്ദർശനം, മൂന്നാമതെന്നൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ കേരള സന്ദർശനം പഠിച്ചു വെക്കാം. 1920 ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 1920 ഫസ്റ്റ്. രണ്ടാമത് അത് എന്തിനായിരുന്നു? 1920 എന്തിനായിരുന്നു ഗാന്ധി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്? എന്തിന്റെ ഭാഗമായിട്ടാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെ? ഖിലാഫത്ത് സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് 1920 ഗാന്ധിജി വന്നത്. ഇനി നെക്സ്റ്റ് 1925 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. നെക്സ്റ്റ് 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് 1927 വന്നത്. ഇനി 1934 വന്നതിനാണ് ഹരിജന ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലാസ്റ്റ് 1937 വന്നത് തന്നെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇമ്പോർട്ടന്റ് പഠിച്ചിരിക്കാട്ടോ. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931, ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് 1936, വൈക്കം സത്യാഗ്രഹം 1924 നടന്നു. ക്ലിയർ ആയല്ലോ? കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണമല്ലാത്തത് ഏതാണ്? ആരുടെയാണ്? ഏലിയാസ് ചവറയുടെ അല്ലെ? ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നാലാഗമങ്ങൾ, അഭിനവ കേരളം, ഇടയ നാടകങ്ങൾ, ആദിഭാഷ എന്നിവയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് അദ്ദേഹത്തിന്റെ എല്ലാതാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? നാലാഗമങ്ങളും അതുപോലെ തന്നെ ഏതാണ് വരുന്നത്? ഇടയ നാടകങ്ങളൊക്കെ ആരുടെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങളാണ് നാലാഗമങ്ങളും ഇടയ നാടകങ്ങളും. ഇനി അഭിനവ കേരളം ആരുടേതാണ്? അഭിനവ കേരളം എഴുതിയിട്ടുള്ളത് ആരാണ്? വാഗ്ഭടാനന്ദന്റെ ബുക്കാണ് അഭിനവ കേരളം എന്ന് പറയുന്നത്. വാഗ്ഭടാനന്ദനെയാണ് അഭിനവ കേരളം എന്ന് പറയുന്നത്. ഇനി ആദിഭാഷ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ അല്ലെ? എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദിഭാഷ എഴുതാരാണ്? ചട്ടമ്പി സ്വാമികളാണ് ആദിഭാഷ എഴുതിയിട്ടുള്ളത്. അഭിനവ കേരളം ആരുടെയാണ്? വാഗ്ഭടാനന്ദനെയാണ്. ഏലിയാസ് അവരുടെ പ്രസിദ്ധീകരണങ്ങളാണ് നാലാഗമങ്ങളും ഇടയ നാടകങ്ങളും. ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിച്ചത്? കമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിച്ചത്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11 അല്ലെ? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്ന ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്ന ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ആരാണ്? ശതവാഹനന്മാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക. എന്താണ്? വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുന്നത് ഏത് വർഷത്തിലാണ്? 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുന്നത് 1498. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം
ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം എന്നാണ് നടക്കുന്നത്? 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം നടക്കുന്നത്. ഇനി പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തതെന്നാണ്? പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത് 1510 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം. അപ്പൊ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1498 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1602 സ്ഥാപിച്ചു. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപനം 1664. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. അപ്പൊ ഇതാണ് നമുക്ക് വീണ്ടും യൂസ് ചോദിക്കാൻ അല്ലെ. കുറിച്യ കലാപം നടന്നത് എന്നാണ്? 1812 രാമൻ നമ്പിയാണ് കുറിച്യ കലാപം നടത്തുന്നത് അല്ലെ. 1812 രാമൻ നമ്പി നടത്തുന്നത്. ഇനി വേലുത്തമ്പിയുടെ കലാപം, വേലുത്തമ്പി ദളവ നമ്മൾ പറഞ്ഞു അല്ലെ. വേലുത്തമ്പിയുടെ എന്താണ്? കുണ്ട വിളംബരം നമ്മൾ പറഞ്ഞു 1809 ജനുവരി 11 പറഞ്ഞു. അപ്പൊ 1809 വേലുത്തമ്പിയുടെ കലാപം നടക്കുന്നത്. ഇനി ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ്? 1721 അല്ലെ. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721. പഴശ്ശി കലാപം, രണ്ട് പഴശ്ശി കലാപങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ പഴശ്ശി കലാപം നടന്നത് ഏത് ഇയർ ആയിരുന്നു? 1793 മുതൽ 97 വരെ ഫസ്റ്റ് പഴശ്ശി വിപ്ലവം നടന്നു. സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലോ? 1800 മുതൽ 1805 വരെ ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് കറക്റ്റ് ഇയർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഫസ്റ്റ് വരുന്നത് ആറ്റിങ്ങൽ കലാപം അല്ലെ. ആറ്റിങ്ങൽ കലാപമാണ് ഫസ്റ്റ് വരുന്നത്. ആറ്റിങ്ങൽ കലാപമാണ് ഫസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 1793-97 നടന്ന പഴശ്ശി കലാപമാണ്. പഴശ്ശി കലാപമാണ് സെക്കൻഡ് വരുന്നത്. പിന്നെ ഏതാണ് വരുന്നത്? 1809 വേലുത്തമ്പിയുടെ കലാപം വന്നു. ലാസ്റ്റ് കുറിച്യ കലാപം വന്നു. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇയേഴ്സ് പഠിച്ചു വെക്കുക. കുറിച്യ കലാപം നടന്നത് 1812 വേലുത്തമ്പിയുടെ കലാപം 1809, ആറ്റിങ്ങൽ കലാപം 1821. പഴശ്ശി കലാപം ഒന്നാമത്തെ പഴശ്ശി കലാപം ആണെങ്കിൽ 1793 മുതൽ 97 വരെയും. സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ 1800 മുതൽ 1805 വരെയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ആരാണ്? ടി പ്രകാശം. ടി പ്രകാശമാണ് നേതൃത്വം വഹിച്ചത്. പൊന്നാനി താലൂക്കിൽ സംഘടിപ്പിച്ച ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചത് ടി പ്രകാശം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണ് അല്ലെ. കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നത്. ശരിയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ കലാപം സംഘടിത കലാപം ചോദിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ് 1821 നടന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഫസ്റ്റ് നടന്ന കലാപം ഏതായിരുന്നു? ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് ഏതായിരുന്നു? അഞ്ചുതെങ്ങ് കലാപമായിരുന്നു അല്ലെ. നെക്സ്റ്റ് 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. അപ്പൊ ഇത് ഏതൊക്കെയാണ് ശരി വരുന്നത്? കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത് ശരിയാണ്. ഫുള്ളും ശരിയാണ്. കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായത് തെരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹം നടന്നത് 1928 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. നേരത്തെ പറഞ്ഞു തന്നെയായിരുന്നു. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 വൈക്കം സത്യാഗ്രഹം നടന്നത് നമ്മൾ പറഞ്ഞു. ഗുരുവായൂർ സത്യാഗ്രഹം 1931 പറഞ്ഞു. അതും ശരിയാണ്. അപ്പൊ ഈ രണ്ട് നോക്കി ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നത് 1936. അപ്പൊ ഈ 3 പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ 3 പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാട്ടോ. ഈ 3 ഇയേഴ്സ് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്ര പ്രവേശന വിളംബരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹം 1924 നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ക്ഷേത്ര പ്രവേശന വിളംബരം 1936 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത് 1916 എല്ലാം ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണെന്ന് വെച്ചാല് ഇതിൽ BCD ആണ് ശരി വരുന്നത്. നമ്മൾ പറഞ്ഞതാണ് വൈക്കം സത്യാഗ്രഹം 1924 നടന്നു. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ക്ഷേത്ര പ്രവേശന വിളംബരം 1936 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. ഓക്കെ. ഗ്രന്ഥശാല പ്രവർത്തകനായ PM പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗ്രന്ഥശാല പ്രവർത്തകനായ PM പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാണ് PM പണിക്കരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത്.
1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് ഏതാണ്? ഇയർ ഏതാണ്? 1932 അല്ലെ. അത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഏതുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടതാണ് നിവർത്തന പ്രക്ഷോഭം. ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ട് 1932 നടന്ന പ്രക്ഷോഭമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് എന്ന് പറയുന്നത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? തന്നിരിക്കുന്നതിൽ ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? TK മാധവൻ. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ്, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് എന്ന് വിളിച്ചത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചിട്ട് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതിയും അനീതിയും വിളിച്ചിട്ട് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. എഡിറ്റർ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? K രാമകൃഷ്ണ പിള്ളയാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ്? വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തെ വൻ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വൻ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ് അല്ലെ. വൈകുണ്ഠ സ്വാമിയാണ് വൻ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമപന്തി ഭോജനം, അതുപോലെ തന്നെ എന്താണ് സമത്വ സമാജം എന്നിവയൊക്കെ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമിയാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അല്ലെ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല. നമുക്ക് ശരിയായതാണ് വേണ്ടത്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച്. വൻ നീചഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചോ, സമപന്തി ഭോജനം സംഘടിപ്പിച്ചോ, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? എവിടെയാണ് ശ്രീ ശിവപ്രതിഷ്ഠ നടത്തിയത്? എവിടെയാണ് 1888 ശ്രീനാരായണ ഗുരു? അരുവിപ്പുറത്താണ് അല്ലെ. അരുവിപ്പുറത്താണ് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. 1888 ഇമ്പോർട്ടന്റ് ഇയർ ആണ്, പഠിച്ചു വെക്കാം കേട്ടോ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? പറഞ്ഞു കഴിഞ്ഞില്ലേ. ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. 1821 നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം നോക്കി. ഈ ഇയേഴ്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ടോ. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 അല്ലെ. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? പ്രസ്ഥാനം ഏതാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ പ്രസ്ഥാനം ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പന്റെ സ്ഥാപിച്ച സ്ഥാപനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അരയ സമാജം. അരയ സമാജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽ പാത ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യ റെയിൽ പാത ഏതായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് അല്ലെ. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് റെയിൽ പാത നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി പയ്യന്നൂരില് ആരാണ് നേതൃത്വം നൽകിയത്? K കേളപ്പനാണ് അല്ലെ. എവിടെയാണ് പയ്യന്നൂർ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? K കേളപ്പനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പ്രശസ്ത നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിന്റെ കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട് അല്ലെ. VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആരാണ് സാമൂഹ്യ പരിഷ്കർത്താവ്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലെ? ശ്രീനാരായണ ഗുരുവാണ് അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? അയ്യപ്പൻ. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവി ബാബർ അല്ലെ? തോമസ് ഹാർവി ബാബർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? പുന്നപ്ര വയലാർ സമരം അല്ലെ? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ശരിയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. 1741 ക്ലച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. അതും ശരിയാണ്. 1741 ക്ലച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെറ്റാണ്. ആരാണ് നടപ്പിലാക്കിയത്? കാർട്ടേഴ്സ് സമ്പ്രദായം പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയതാണ്. പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയതാണ് കാർട്ടേഴ്സ് സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് തെറ്റ് വരുന്നത്. ശരി ഏതൊക്കെയാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. 1841 കുളച്ചിലതിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്നു. 1, 2 മാത്രമാണ്. കാർട്ടേഴ്സ് എന്ന് പറയുന്ന സമ്പ്രദായം എന്താണ്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടേഴ്സ് സമ്പ്രദായം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം നടന്ന ഇയർ ഏതാണ്? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇനി ചാനാർ ലഹള നടന്നതാണ്. ചാനാർ ലഹള 1859 ചാനാർ ലഹള നടക്കുന്നത്. പാളയം സത്യാഗ്രഹം നടക്കുന്നത് 1947 പാളയം സത്യാഗ്രഹം നടക്കുന്നത് 1947 ഇനി ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നതാണ് 1936 ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള കാലഘട്ടം ഏതാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് വരുന്നത് ഏതാണ്? 1859 ചാനാർ ലഹള അല്ലെ? ചാനാർ ലഹളയാണ് വരാം. ഫസ്റ്റ് വരും. നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹം വരും. വൈക്കം സത്യാഗ്രഹം വരുന്നു. അതിനുശേഷം ക്ഷേത്ര പ്രവേശന വിളംബരം വന്നു. ലാസ്റ്റ് ആണ് പാളയം സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ ഇയേഴ്സ് പഠിച്ചു വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. വ്യക്തിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. 1898 കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിത്തമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സജീവ പങ്കാളിത്തമായിരുന്നു. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിനെ ഫോർവേഡ് ബ്ലാക്കിൽ ആകൃഷ്ടനായ അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും കൂടിയാണ്. അപ്പൊ ആരാണ് കിട്ടിയിട്ടുണ്ടാവല്ലോ അല്ലെ? ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. അതുപോലെ തന്നെ പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായിട്ടുണ്ടായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തമായിരുന്നു. 1898 കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? 1921 താഴെ പറയുന്നതിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമായിരുന്നു? ഏതാണ്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ ജോഡികളാണ് കണ്ടുപിടിക്കേണ്ടത്.
ഏതൊക്കെയാണ്? കുടിയരശ് എന്ന് പറയുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറിനെയാണെന്ന് പറയുന്നുണ്ട്. കുടിയരശ് ആരുടേതാണ്? ഇ വി രാമസ്വാമി നായ്ക്കരുടേതാണ്. ഇനി വിവേകവർദ്ധിനി ആരുടേതാണ്? വിവേകവർദ്ധിനി ആരുടേതാണ്? വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു. ഇനി ഗുലാംഗിരി ആരുടേതാണ്? ജ്യോതി റാവുലെ. സംവാദ് കൗമുദി ശ്രീനാരായണ ഗുരു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംവാദ് കൗമുദി ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ് അല്ലെ. സംവാദ് കൗമുദി ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ എന്തൊക്കെയാണ്? കുടിയരശ് ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം പന്തലു, ഗുലാംഗിരി ജ്യോതി റാവുലെ, സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ട്ടോ. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ചട്ടമ്പി സ്വാമികളുമായിട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കേണ്ട. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം എന്ന് പറയുന്നുണ്ട്. ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്ന എവിടെയാണ്? കൊല്ലൂരിലാണ്. പക്ഷെ എവിടെയാണ്? ഏത് ഇയർ ആണ് വരുന്നത്? 1853 അദ്ദേഹം ജനിക്കുന്നത്. കൊല്ലൂരിൽ തന്നെയാണ് ജനനം. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച് ശരിയാണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്മനയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുമായ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1853 അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലാണ്. കണ്ണൻമൂല കൊല്ലൂർ അല്ലെ. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ ഏതൊക്കെയാണെന്ന് അറിയോ? കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിത് ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരാണ് എന്ത് പണിതത്? ബോൾഗാട്ടി കൊട്ടാരം പണിതത്. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. അപ്പൊ ഇവിടെ വരുന്നത് തെറ്റ് വരുന്നത് മൂന്നാമത്തെയാണ് തെറ്റ് വരുന്നത്. അതായത് കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതെന്ന് പറയുന്നത് തെറ്റാണ്. പോർച്ചുഗീസുകാരെ കുറിച്ച് എന്തൊക്കെയാണ് ശരി? കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ വൈദ്യശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റാണി സേതു ലക്ഷ്മിബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്ട് മൃഗബലിയാണ് ആദ്യമായിട്ട് അവർ നിരോധിക്കുന്നത്. അതിനുശേഷം ദേവദാസി സമ്പ്രദായം നിർത്തലാക്കും. അതിനുശേഷം വരുന്നതാണ് പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിക്കുന്നത്. ലാസ്റ്റ് ആണ് തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളെ പ്രകാശപൂരിതമാക്കുന്നത്. ആൻസർ വരുന്നത് ബി ആണോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് ശരിയാണല്ലേ. ശ്രീനാരായണ ഗുരുവിന്റെയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. ഇനി ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ ആണല്ലേ വേദാധികാര നിരൂപണം. ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. വൈകുണ്ഠ സ്വാമികൾ പ്രാചീന മലയാളം എന്ന് പറയുന്നുണ്ട്. പ്രാചീന മലയാളം ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. പ്രാചീന മലയാളം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ് പ്രാചീന മലയാളം. ഇനി വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം ഒന്നും ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? 1, 2, 4 ആണല്ലേ ശരി വരുന്നത്. വൈകുണ്ഠസ്വാമി പ്രാചീന മലയാളം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അവ ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, ചട്ടമ്പി സ്വാമികൾ തന്നെ പ്രാചീന മലയാളം. അതുപോലെ വാഗ്ഭടാനന്ദൻ എഴുതിയതാണ് അഭിനവ കേരളം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ശരിയാണല്ലേ, നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമിയാണ് ബ്രിട്ടീഷ് ഭരണത്തെ എന്ന് വിശേഷിപ്പിക്കുന്ന വെൺ നീച ഭരണം എന്ന് വിശേഷിപ്പിക്കേണ്ട. ഇനി പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രാചീന മലയാളം നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞാണല്ലേ, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ്. ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ ആരാണ്? വൈകുണ്ഠസ്വാമിയാണല്ലേ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ വൈകുണ്ഠസ്വാമിയാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആരാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന വെണ്ണീച്ച ഭരണം, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞാണ്. പ്രാചീന മലയാളം എന്ന് കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയത് എവിടെയാണ്? കളവങ്കോടിനാണ് അല്ലെ. അവസാനം നടത്തിയ പ്രതിഷ്ഠ കളവങ്കോടാണ്. നമ്മൾ ഫസ്റ്റ് അരീപ്പുറത്ത് നടന്ന പ്രതിഷ്ഠ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. 1888 നടത്തിയെന്ന് പറഞ്ഞു. ഒരു അവസാനത്തെ പ്രതിഷ്ഠയാണ് ചോദിച്ചത്, കളവങ്കോടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായത് ഏതാണ്? തന്നിരിക്കുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? ശ്രീകുമാര ഗുരുദേവനാണ്. അതുപോലെ തന്നെ പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. പാട്ടുകളിലൂടെയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി പാട്ടുകളിലൂടെ തന്റെ ആശയം പ്രചരിപ്പിച്ചത് ആരാണ്? ശ്രീകുമാര ഗുരുദേവനാണ്. ഇനി വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരായിരുന്നു? അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നത്. 1893 അല്ലെ. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതാണ്? ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും അതുപോലെ തന്നെ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനും. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും. ശരിയായ ജോഡി കണ്ടെത്തുക. നോക്കിയേ ഏതൊക്കെയാണെന്ന് നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. കേരള മുസ്ലിം ഐക്യ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. നെക്സ്റ്റ് എന്താണ്? അയ്യങ്കാളിയുടെ തന്നിരിക്കുന്നത് ഏതാണ്? അയ്യങ്കാളിയുടെ ഏതാണ്? അയ്യങ്കാളിയുടേതാണ് സാധുജന പരിപാലന സംഘമാണ്. ഈ യോഗമാണ്. വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജമാണെന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാണ്? കേരള മുസ്ലിം ഐക്യ സംഘം. അയ്യങ്കാളി തമ്മിൽ സാധുജന പരിപാലന യോഗം. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാട്ടോ. അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം.